സത്യത്തിൽ മലങ്കരയിലേത് കേവലം സ്വത്ത് തർക്കമല്ല, അതിനേക്കാൾ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ്. അപ്പൊ അതിനെ സ്വത്ത് തർക്കത്തിന്റെ തലത്തിലേക്ക് തരം താഴ്ത്തി ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ട ചില അവകാശങ്ങളുണ്ട്. അതിലൊരു അവകാശമാണ് വാങ്ങിപ്പോയവരുടെ അഥവാ പരേതരുടെ അവകാശങ്ങൾ. ഇത് കോടതികളിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. പരിമല തിരുമേനിക്ക് അതുപോലെ അവകാശമുണ്ട്. പരിമല തിരുമേനിയുടെ ഹിതം എവിടെയാണ്? പരിമല തിരുമേനിയുടെ താല്പര്യം എവിടെയാണ്? പരിമല തിരുമേനി എന്താണ് ആഗ്രഹിക്കുന്നത്? പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും താൻ രേഖകളിലാക്കി രജിസ്റ്റർ ചെയ്ത് അവശേഷിപ്പിച്ചിട്ട് കടന്നുപോയ പരിമല തിരുമേനിക്ക് ശുദ്ധമുള്ള പൗരോഹിത്യത്തിൽ നിന്ന്, കറയില്ലാത്ത പൗരോഹിത്യത്തിൽ നിന്ന്, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് നിയമിക്കപ്പെടുന്ന വൈദിക സ്ഥാനികളാൽ ധൂവപ്രാർത്ഥന കിട്ടുവാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു? വർഷങ്ങളായിട്ട് ഒരു കൂട്ടം ആഭാസന്മാർ, അധമന്മാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പള്ളിയുടെ സ്ഥാപന ഉദ്ദേശമാണ് നോക്കേണ്ടത്. 34 ഭരണഘടനയും കൊണ്ട് തേടുമത്തായി വന്നാൽ പള്ളി വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം പള്ളിയുടെ സ്ഥാപന ഉദ്ദേശമുണ്ട്. അപ്പൊ പള്ളിയുടെ സ്ഥാപന ഉദ്ദേശം സംരക്ഷിക്കപ്പെടുവാൻ ഇടവക പള്ളികൾ ഈ കേസിൽ കക്ഷി ചേർന്നാൽ ഈ പള്ളി ഒരു ഇടവ പള്ളികൾക്ക് നോട്ടീസ് പോയിട്ടില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ പള്ളികൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് കേസൊന്നും വേണേ പിൽക്കാലത്ത് ചരിത്രം ഇതിനെപ്പറ്റി രേഖപ്പെടുത്തും. എത്ര കിരാതന്മാരാണിവർ പള്ളികളിൽ നിന്ന് യാക്കോബായക്കാർ കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഒക്കെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാന്മാർ. ഇല്ല, ചിരിച്ചില്ല, നിങ്ങൾ നെഞ്ചത്ത് യോഗാവും, ഞാൻ കണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ സുറിയാനി പള്ളികളിലെ കക്ഷി തിരിച്ചുള്ള കണക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വില്ലേജ് ഓഫീസറും പള്ളിപിടുത്തക്കാരനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തെ അടിസ്ഥാനമാക്കി ഞാൻ ചെയ്ത വീഡിയോയുടെ കീഴെ കുറെ പേർ കമന്റ് ചെയ്തു. അപ്പൊ അവരുടെ ഒരു കൺസേൺ, അങ്ങനെ കമന്റ് ചെയ്തവരുടെ മെസ്സേജ് അയച്ചവരുടെയും കൺസേൺ, ഈ പള്ളിയിലെ കൂടുതൽ പേര് പെന്തക്കോസ്തിൽ പോയാൽ അപ്പൊ പള്ളി പെന്തക്കോസ്തിൽ പോകുമോ? അങ്ങനെ ഭൂരിപക്ഷം നോക്കിയാണോ പള്ളി കൊടുക്കേണ്ടത്? ഇത് പള്ളിയിലെ ഭൂരിപക്ഷം ആളുകൾ നിരീശ്വരവാദികളായാൽ പള്ളി ഒരു എത്തീസ്റ്റ് ക്ലബ് ആവുമോ? ഇങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഒന്ന് വിശദീകരിക്കാം. എന്റെ നിലപാട് എന്താണ്, ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് വിശദീകരിക്കാം. ഒരു പള്ളിയും ആ പള്ളിയിലെ ഭൂരിപക്ഷം ആളുകളുടെ ഹിതമനുസരിച്ച് വിട്ടുകൊടുക്കാനോ ഭൂരിപക്ഷം ആളുകളുടെ താല്പര്യമനുസരിച്ച് ഭരിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അതായത് പള്ളികൾക്ക് ഒരു സ്ഥാപന ഉദ്ദേശമുണ്ട്. ആ സ്ഥാപന ഉദ്ദേശത്തെ ഭൂരിപക്ഷം കൊണ്ടോ വ്യാജരേഖ കൊണ്ടോ കോടതി വിധികളുടെ തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ അട്ടിമറിക്കുവാൻ പാടില്ല. ദ റൈറ്റ് ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. അപ്പൊ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ, ഒരു പ്രാദേശിക സമൂഹത്തിന്റെ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ മണർകാട്ടെ സ്ഥിതി അല്ല കോതമംഗലത്ത്. പല കാര്യങ്ങളിലും തനിമയുള്ള, വളരെ വൈകാരികതയുള്ള പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും ഒക്കെ കോതമംഗലത്തുകാർക്കുണ്ട്. ഇപ്പൊ കോതമംഗലത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും മണർകാട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ അവർ കേട്ടത് പോലും കാണില്ല. അപ്പൊ അത്ര ലോലമായിരിക്കുന്ന വൈകാരിക അനുഭവങ്ങളുടെ ഒരാകത്തുകയാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതെല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിലമതിക്കണം. അതിനെ അട്ടിമറിക്കുവാൻ അനുവദിച്ചുകൂടാ. ഇതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്ന പോയിന്റ്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുള്ള പാരമ്പര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രാദേശികമായ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ പാരമ്പര്യങ്ങളും രീതികളും ഒക്കെ മാനിക്കപ്പെടേണ്ടതാണ്. ഇതിനാണ് ഓരോ പ്രാദേശികമായ ഓരോ ഇടവക പള്ളികൾക്കും സ്ഥാപിക്കുമ്പോൾ ആ പള്ളിക്ക് ഒരു സ്ഥാപന ഉദ്ദേശമുണ്ട്. ആ സ്ഥാപന ഉദ്ദേശം അട്ടിമറിക്കപ്പെടാൻ പാടില്ല. സുറിയാനി സഭയുടെ ദൈവശാസ്ത്രവും പാരമ്പര്യവും ലോകവീക്ഷണവും എല്ലാം വെച്ച് നോക്കിയാൽ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ്. ഈ വാദമൊന്നും ഒരിക്കലും കോടതികളിൽ ചർച്ചയായിട്ടില്ല. കാരണം കോടതികളിൽ വാദിക്കുന്നവർ, പ്രത്യേകിച്ച് തന്നെ ഈ കേസ് ഒരു ഭൗതിക കേസായി പോയി എന്നുള്ളതാണ്. വിശ്വാസ സംബന്ധമായ കേസ് ആകുന്നതിനേക്കാൾ ഉപരി സ്വത്ത് തർക്കം എന്ന നിലയിൽ അതപ്പതിച്ചു. സത്യത്തിൽ മലങ്കരയിലേത് കേവലം സ്വത്ത് തർക്കമല്ല, അതിനേക്കാൾ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ്. അപ്പൊ അതിനെ സ്വത്ത് തർക്കത്തിന്റെ തലത്തിലേക്ക് തരം താഴ്ത്തി ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ട ചില അവകാശങ്ങളുണ്ട്. അതിലൊരു അവകാശമാണ് വാങ്ങിപ്പോയവരുടെ അഥവാ പരേതരുടെ അവകാശങ്ങൾ. ഇത് കോടതികളിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഈ പരേതരുടെ അവകാശം, പരേതർക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സംശയം.
പരേതരുടെ അവകാശങ്ങളുണ്ട്. അത് കോടതിയിൽ ഫലപ്രദമായി അവതരിപ്പിക്കാവുന്ന വാദമുഖമാണ്. ഈ ശബരിമല കേസ് വന്നപ്പോ ശബരിമല അയ്യപ്പന് അവകാശമുണ്ട് എന്നുള്ളതാണ് വാദം. അപ്പൊ അയ്യപ്പൻ ഒരു പ്രതിമയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് അയ്യപ്പൻ. അപ്പൊ അയ്യപ്പന് അവകാശമുണ്ട്. അയ്യപ്പന് അഭിമാനമുണ്ട്, മാനമുണ്ട്, മാനനഷ്ടമുണ്ട്. അയ്യപ്പന് പിന്നെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ട്, ഇംഗിതങ്ങളുണ്ട്, ഹിതമുണ്ട്. അതൊന്നും ലംഘിക്കപ്പെടാൻ പാടില്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന അയ്യപ്പന് അവിടെ ഋതുമതികളായ സ്ത്രീകൾ തന്റെ പൂങ്കാവനത്തിൽ പ്രവേശിക്കുന്ന ഇഷ്ടമില്ല. അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താല്പര്യത്തെ ഹനിക്കാൻ പാടില്ല. അപ്പൊ അതാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. ഈ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും എന്ന് പറഞ്ഞാൽ അതാണ്. ഡെമോക്രാറ്റിക് നേഷൻ, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ഹിതം നടത്തുന്നതിനാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇപ്പോ ഇലക്ഷൻ വരുന്നു, ഡെമോക്രസിയാണ്. വോട്ട് കൂടുതൽ കിട്ടുന്ന ആളുകൾ ജയിക്കുന്നു. വോട്ട് കൂടുതൽ കിട്ടി, മോഡി പ്രധാനമന്ത്രിയായി. ഡെമോക്രസിയാണ്. ഡെമോക്രസിയാണെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിന്റെ മേൽ കുതിര കയറാനോ അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്താനോ ഒന്നും പറ്റില്ല. ന്യൂനപക്ഷമാണെങ്കിലും ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിലും ഒറ്റ വ്യക്തിയുള്ളെന്ന് വെക്കുക, ആ വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. ആ വ്യക്തിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അങ്ങനെ ഏറ്റവും മൈക്രോ മൈനോറിറ്റി അഥവാ ഈവൻ എ സിംഗിൾ ഇൻഡിവിജ്വലിന്റെ പോലും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ മാത്രമേ റിപ്പബ്ലിക് ആകൂ. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ് ബോത്ത് ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അപ്പൊ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എങ്കിൽ അവിടെ ശബരിമല അയ്യപ്പന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് ഒരാളുടെ അവകാശത്തെ ഹനിച്ചുകൊണ്ടല്ല മറ്റൊരാളുടെ അവകാശം സംരക്ഷിക്കുന്നത്. പരിമല തിരുമേനിക്ക് അതുപോലെ അവകാശമുണ്ട്. പരിമല തിരുമേനിയുടെ ഹിതം എവിടെയാണ്? പരിമല തിരുമേനിയുടെ താല്പര്യം എവിടെയാണ്? പരിമല തിരുമേനി എന്താണ് ആഗ്രഹിക്കുന്നത്? പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും താൻ രേഖകളിലാക്കി രജിസ്റ്റർ ചെയ്ത് അവശേഷിപ്പിച്ചിട്ട് കടന്നുപോയ പരിമല തിരുമേനിക്ക് ശുദ്ധമുള്ള പൗരോഹിത്യത്തിൽ നിന്ന്, കറയില്ലാത്ത പൗരോഹിത്യത്തിൽ നിന്ന്, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് നിയമിക്കപ്പെടുന്ന വൈദിക സ്ഥാനികളാൽ ധൂവപ്രാർത്ഥന കിട്ടുവാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു? വർഷങ്ങളായിട്ട് ഒരു കൂട്ടം ആഭാസന്മാർ, അധമന്മാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. പരിമല തിരുമേന്റെ പേരിൽ ഒരു സൂട്ട് കൊടുത്തുകൂടെ? പരിമല തിരുമേനിക്ക് അവകാശമില്ലേ? അപ്പൊ പരേതയുടെ അവകാശങ്ങളുണ്ട്. ഈ പള്ളികളിലൊക്കെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന വൈദികരുടെയും മേൽപ്പെട്ട സ്ഥാനികളുടെയും കാർമ്മികത്വത്തിലുള്ള കുർബാനയും ഇതര കൂതാശകളും നിർവഹിക്കപ്പെടേണ്ടതിന് ഈ പള്ളി സ്ഥാപിക്കുന്നു എന്ന് സ്ഥാപന ഉദ്ദേശം എഴുതി രേഖപ്പെടുത്തി ആ പള്ളിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തവരും, പള്ളിക്ക് വേണ്ടി ശ്രമദാനം ചെയ്തവരും, സംഭാവന ചെയ്തവരും, അധ്വാനിച്ചവരും എല്ലാം ഉണ്ട്. അവരെല്ലാം കഴിഞ്ഞ തലമുറകളിൽ കടന്നുപോയവരാണ്. അപ്പൊ ആ കടന്നുപോയവരുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട്, ധ്വംസിച്ചുകൊണ്ട് പുതിയൊരു വിഭാഗം അവിടെ ഭരണത്തിൽ കയറുന്നത്, അതിനെയാണ് ഞാൻ എതിർത്തത്. അല്ല ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞ് ഈ സഭയിലുള്ളവരായിരിക്കണമായിരുന്നു, അവരൊരിക്കലും. അപ്പൊ വാങ്ങിപ്പോയവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. അപ്പൊ നാളെ ഒരു പള്ളിയിലുള്ള ഭൂരിപക്ഷം ആളുകൾ പെന്തക്കോസിൽ പോയി എന്ന് പറഞ്ഞാൽ പള്ളി പെന്തക്കോസിൽ പോവില്ല. കാരണം പള്ളിയുടെ തെക്കുപുറത്ത് വിശ്രമിക്കുന്ന മറ്റായിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പള്ളിയുടെ സ്ഥാപന ഉദ്ദേശമാണ് നോക്കേണ്ടത്. 34 ഭരണഘടനയും കൊണ്ട് തേടുപത്തായി വന്നാൽ പള്ളി വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം പള്ളിയുടെ സ്ഥാപന ഉദ്ദേശമുണ്ട്. അപ്പൊ പള്ളിയുടെ സ്ഥാപന ഉദ്ദേശം സംരക്ഷിക്കപ്പെടുവാൻ ഇടവക പള്ളികൾ ഈ കേസിൽ കക്ഷി ചേർന്നമായിരുന്നു. ഈ പള്ളി ഒരു ഇടവക പള്ളികൾക്ക് നോട്ടീസ് പോയിട്ടില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ പള്ളികൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് കേസെന്ന് വേണേ പിൽക്കാലത്ത് ചരിത്രം ഇതിനെപ്പറ്റി രേഖപ്പെടുത്തും. അതെനിക്ക് ഉറപ്പാണ്. അത് വലിയൊരു തട്ടിപ്പാണ്, സ്കാമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഇത്രയും രൂക്ഷമായ രീതിയിൽ ഇടകീറി പരിശോധിക്കേണ്ട ആവശ്യമില്ല. തങ്ങൾ ചെയ്യുന്നത് വങ്കത്തരമാണെന്ന് അറിഞ്ഞിട്ടും, വങ്കത്തരം എന്നൊക്കെയുള്ള ഞാൻ കുറെ കൂടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന് വേണ്ടി പറയുന്ന വാക്ക്, അതൊന്നും അല്ല പറയേണ്ട വാക്ക്. അപ്പൊ എത്ര കിരാതന്മാരാണ് ഇവർ. പള്ളികളിൽ നിന്ന് യാക്കോബായക്കാർ കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഒക്കെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാന്മാർ ഇല്ല, ചിരിച്ചില്ല നിങ്ങൾ നെഞ്ചത്ത് വെക്കാവോ? ഞാൻ കണ്ടിട്ടുണ്ട് ചിരിക്കുന്ന വീഡിയോകൾ.